ഹായ് ഓൾ, IIT ജാമിൻ്റെ വീഡിയോ കാർഡ് സീരീസാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ സീരീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ കാർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിലെ ഡ്രാഗോസ് റൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ ഈ കൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെയിം വേ നമ്മുടെ ലെക്ചർ നോട്ടുകളും അതുപോലെ ഇനി വരുന്ന വീഡിയോ കാർഡുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ലെക്ചറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഡ്രാഗോസ് റൂൾ എന്താ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രാഗോസ് റൂൾ എന്താണെന്നിലേക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NH3, PH3, ASH3, then SBH3, then finally BiH3. ഓക്കെ, ഇതിൽ ആർക്കാണ് മോർ ബേസിക് ക്യാരക്ടർ എന്ന് നിങ്ങളോട് ചോദിക്കട്ടെ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇപ്പോൾ ഡ്രാഗോസ് റൂൾ അറിയാത്ത ഒരാളാണെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് ആൻസർ പറയും. നൈട്രജൻ്റെ അടുത്ത് ലോൺ പെയർ ഉണ്ട്, ഫോസ്ഫറസിൻ്റെ അടുത്ത്, ആഴ്സനിക്കിൻ്റെ അടുത്ത് ആൻറ്റിമണി, ബിസ്മത്ത്, ഇവരുടെ അടുത്തൊക്കെ ലോൺ പെയർ ഉണ്ട്. ആർക്ക് നന്നായിട്ട് ലോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അയാൾ എന്തായിരിക്കും, മോർ ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾ പറയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവ് നൈട്രജൻ, കാരണം ഗ്രൂപ്പിൽ താഴോട്ട് പോകാണല്ലോ അല്ലേ. ദെൻ ഫോസ്ഫറസ്, ദെൻ ആഴ്സനിക്, ദെൻ ആൻറ്റിമണി, ഫൈനലി ആയിരിക്കും ബിസ്മത്തിനായിരിക്കും നിങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ ആ ഓർഡറിൻ്റെ ബേസിലാണ് നിങ്ങൾ പറയും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ ആ ഇലക്ട്രോൺ ക്ലൗഡ് മോർ അട്രാക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് ഓർഡർ എങ്ങനെയായിരിക്കും, ഏറ്റവും കൂടുതൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള BiH3 ആയിരിക്കും, ദെൻ SB, ദെൻ AS, ദെൻ PH3, ഫൈനലി എന്തായിരിക്കും അമോണിയക്ക് ആയിരിക്കും എന്ന് പറയും. ഈ കൺസെപ്റ്റ് എന്താടാ, തെറ്റാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അത് റോങ് ആണ്. റെഡി? അപ്പോൾ പിന്നെ ഇത് എങ്ങനെ ഓർഡർ വരുന്നത്, എന്തിൻ്റെ ബേസിൽ നമ്മൾ പറയാം, അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗോസ് റൂൾ എന്താണെന്നുള്ളത് വൃത്തിക്ക് മനസ്സിലാക്കണം. റെഡി? അപ്പോൾ ഡ്രാഗോസ് റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഗോസ് റൂൾ ഒബേ ചെയ്യണമെന്നുള്ള കണ്ടീഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ദർ ഷുഡ് ബി ലോൺ പെയർ ഇൻ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം ലോൺ പെയർ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പ് പറ്റൂല, നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഫാമിലീസ് നോക്കുകയാണെങ്കിൽ ബോറോൺ ഫാമിലിയിലും കാർബൺ ഫാമിലിയിലും അവർ ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ലോൺ പെയർ ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ഫിൽഡ് ആയിരിക്കും. റെഡി? ഇനി നോക്കുക, നൈട്രജൻ, ഓക്സിജൻ, ഹാലജൻ ഫാമിലിയിൽ ഇവരുടെ കേസിൽ എന്തുണ്ടായിരിക്കും, ഇപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ദെൻ ബിസ്മത്ത്, അതുപോലെ തന്നെ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഇവരുടെ കേസിലേക്ക് എന്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്ററ്റ്, ഇവരുടെ കേസിലൊക്കെ എന്തുണ്ടായിരിക്കും, അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടായിരിക്കും, ലൈക്ക് അവർ ബോണ്ടിങ് ഫോം ചെയ്ത് ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോൺ പെയർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഡ്രാഗോസ് റൂൾ ഈ ഫസ്റ്റ് പോയിന്റ് ബേസിൽ ഇവർക്ക് ഒബേ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എത്തിയിട്ടുള്ളൂ, ഇനി നമുക്ക് എലിമിനേഷൻസ് നടക്കാനുണ്ട്. അടുത്ത പോയിന്റ് എന്താ, സെൻട്രൽ ആറ്റം ഷുഡ് ബി എന്തായിരിക്കും, ലാർജ് ഇൻ സൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ, ഇവരൊന്നെങ്കിൽ തേർഡ് അല്ലെങ്കിൽ പറ ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് എക്സെട്ര ഇതിലേതെങ്കിലും ഒരു പീരീഡിലുള്ള എലമെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് പറ്റൂല, ഈ നൈട്രജനും ഓക്സിജനും പോസിബിൾ അല്ല. ഇനി നോക്കണേ, ഹാലജൻസും പറ്റില്ല. റീസൺ എന്താണെന്നറിയോ, ഹാലജൻസ് ലോൺ പെയർ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ അവർ ഡയറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും എന്ത് ഫോം ചെയ്യാൻ പറ്റില്ല, ഡ്രാഗോസ് റൂൾ ഒബേ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ പിന്നെ ആര് മാത്രമേ ഡ്രാഗോസ് റൂൾ ഒബേ ചെയ്യുള്ളൂ, ഇവർക്ക്. ഇതൊക്കെ നമ്മുടെ ഏതൊക്കെ നൈട്രജൻ ഫാമിലിയിലും ഓക്സിജൻ ഫാമിലിയിലുള്ള തേർഡ് പീരീഡ് ഓൺവേർഡ്സ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഒബേ ചെയ്യാൻ പറ്റും, അവർക്ക് ഡ്രാഗോസ് റൂൾ ഒബേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയോ അടുത്ത പോയിന്റ്, ഡ്രാഗോസ് റൂൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സൈഡ് ആറ്റം ഷുഡ് ബി സ്മോളർ ആയിരിക്കണം. ഓക്കെ, അതായത് അറ്റാച്ച് ചെയ്യുന്ന ആറ്റം സ്മോളർ ആയിരിക്കണം. ദെൻ ദെയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഷുഡ് ബി ലെസ് ദാൻ 2.5 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്യുന്നത് ആരായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. 2.5നേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് 2.1 ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ലെസ് ദാൻ 2.5 ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ ആണ്. സോ ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്ക് അവർ എന്ത് ഒബേ ചെയ്യും, അവർ ഡ്രാഗോസ് റൂൾ ഒബേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്രാഗോസ് റൂൾ എന്താണ് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന മോളിക്യൂൾസിന് ദ ഡോണ്ട് ഹാവ് ഹൈബ്രിഡൈസേഷൻ, അവർക്ക് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ബോണ്ട് ആംഗിൾ പിന്നെ എന്തായിരിക്കും, പ്യുവർ അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഇപ്പോൾ നമ്മൾ പി ഓർബിറ്റൽസ് PX ഉണ്ട്, PY ഉണ്ട്, PZ, ഇത് എക്സ് ആക്സിസ്, ഇത് Z ആക്സിസ്, ഇത് Y ആക്സിസ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PX എന്ന് പറയുന്നത് എന്തായിരിക്കും, എലോങ് എക്സ് ആക്സിസ് ആയിരിക്കും നമ്മൾ ഡംബൽ ഷേപ്പ് അല്ലേ. ദെൻ PY എന്ന് പറഞ്ഞാൽ മക്കളെ Y ആക്സിസ്, എലോങ് Y ആക്സിസ് ആയിരിക്കും ഡംബൽ ഷേപ്പ്. PZ എന്ന് പറയുമ്പോൾ എലോങ് Z ആക്സിസ് ആയിരിക്കും ഡംബൽ ഷേപ്പ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിലേക്കൊരു ആറ്റം, ഇപ്പോൾ ഒരു ഹൈഡ്രജൻ വരിക എന്ന് പറഞ്ഞാൽ S ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യണം അല്ലേ. സോ ഹൈഡ്രജൻ്റെ S ഓർബിറ്റിൽ ഇവിടെ ഓവർലാപ്പ് S ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ബോണ്ട് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഈ വൈയിലേക്ക് ഓവർലാപ്പ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, PZലേക്ക് ഓവർലാപ്പ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്തായിരിക്കും, ഇവർ XYZ മ്യൂച്വലി പെർപെൻഡിക്കുലർ, ബോണ്ട് ആംഗിൾ എന്തായിരിക്കും, നിയർലി 90 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ?
ഇതിന് റീസൺ ഉണ്ട്, ക്ലിയർ ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ആർക്കൊക്കെ കാണിക്കാൻ പറ്റും? ഫോസ്ഫറസ്, ആഴ്സനിക്, പറ, ആൻറ്റിമണി, ബിസ്മത്ത്. അതുപോലെ തന്നെ ഓക്സിജൻ ഫാമിലി ആർക്കട? സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, റൈറ്റ്. അപ്പോൾ ഇവരുടെ കേസിൽ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവരുടെ എസ് ഓർബിറ്റൽസ് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല? ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല എന്നുള്ള പോയിന്റാണ്. അതായത് ഇവരുടെ എസ് ഓർബിറ്റൽ sp3 ഹൈബ്രിഡേഷൻ ഉണ്ടാക്കണമല്ലോ, 3 ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ 4 ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ sp3 ഹൈബ്രിഡേഷൻ നടക്കണം. അപ്പോൾ അമോണിയൻ്റെ കേസിൽ എന്താണ്? ഇവിടുത്തെ നൈട്രജൻ എന്താണ് നടക്കുന്നത്? NH3 ആവുന്ന കേസിൽ NH3 ആകുമ്പോൾ അവിടെ ഹൈബ്രിഡേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷനാണ്. ഈ ഓക്സിജൻ H2O ആയിരുന്ന സമയത്ത് അവിടെ ഹൈബ്രിഡേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷനാണ്, അല്ലേ? അപ്പോൾ ഇവരുടെ കേസിൽ ഇവർക്ക് ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ്. ബാക്കിയുള്ള ഫോസ്ഫറസ്, അതിന് താഴെയുള്ള ആൾക്കാർ, സൾഫറിന് താഴെയുള്ള ആൾക്കാർ, ഇവർക്ക് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല. റീസൺ ഇവിടുത്തെ എസ് ഓർബിറ്റൽസ് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല? ബോണ്ടിങ്ങിൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. അതായത് sp മിക്സിങ് ഇവർക്ക് എന്താണ്? ആബ്സെൻ്റ് ആണ്. sp മിക്സിങ് ഇവിടെ എന്താണ്? പറ, ആബ്സെൻ്റ് ആണ്. sp മിക്സിങ് ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ നോക്കുക, താഴോട്ട് വരും തോറും ആ മിക്സിങ് വളരെ കുറഞ്ഞു വരും. അപ്പോൾ താഴോട്ട് പോകും തോറും മക്കൾ നമുക്കൊരു കാര്യം പറയാം, നമ്മുടെ ലോൺ പെയറിൻ്റെ എന്ത് കൂടുന്ന് പറയാം? എക്സ് ക്യാരക്ടർ എന്ത് ചെയ്യും? ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ? റെഡി. ഇനി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് എസ് ക്യാരക്ടർ കൂടുമ്പോൾ അവിടുത്തെ കേസിൽ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ബോണ്ട് ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമോണിയൻ്റെ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അല്ലേ? ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അത് ലോൺ പെയർ വന്നുകൊണ്ട് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ്. ഇനി താഴോട്ട് പോകും തോറും നോക്കണം, pH3, ASH3, H3, അതുപോലെ sbH3 ഇവരുടെ കേസിൽ എന്താ ചെയ്യുന്നത്? ബോണ്ട് ആംഗിൾ ഡിഗ്രീസ് നിയർലി എന്താണ്? ഒക്കെ 90 ഡിഗ്രി, അല്ലേ? നിയർലി 90 ഡിഗ്രിയാണ്. മാത്രമല്ല താഴോട്ട് പോകും തോറും ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യുന്നത്? ഡിഗ്രീസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇവിടുന്ന് വേറെ പോയിന്റ് പറയാം. ഇവിടുത്തെ എസ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്തോറും എസ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രീസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. റെഡി ആണോ? ഇതാണ് ഡ്രാഗോസ് റൂൾ എന്ന് പറയുന്നത്. റെഡി. ഇപ്പോൾ നോക്കാം, ഇത് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നോക്കാം. ഇപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, എസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക, എക്സ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിരിക്കും എന്ന് മക്കളെ. എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് നാച്ചർ കൂടും? അതായത് അതിൻ്റെ അസിഡിക് നാച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാം. എങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരിക്കും എന്ത്? അതിൻ്റെ ബേസിക് നാച്ചർ എന്തായിരിക്കും മക്കളെ? ബേസിക് നാച്ചർ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരിക്കും. റെഡി. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിളിലേക്ക് വരാം. നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മുടെ? ഓക്കെ, ഇപ്പോൾ NH3 നൈട്രജൻ, പിന്നെ PH3, then ASH3, then SbH3, ഫൈനലി BiH3, അല്ലേ? ഇതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഇയാളെന്താണ്? അമോണിയ എന്താണ്? അമോണിയ ഇതിന് ഹൈബ്രിഡൈസേഷൻ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ്? ഡ്രാഗോ കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പറയാം, അല്ലേ? ഡ്രാഗോ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നോ ഹൈബ്രിഡൈസേഷൻ. ഇവർക്ക് എസ് ക്യാരക്ടർ താഴോട്ട് പോകും തോറും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്, അല്ലേ? എസ് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? എസ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ബേസിക് നാച്ചർ ഏറ്റവും കുറവായിരിക്കും. BiH3 റീസൺ എന്താ? ഇങ്ങോട്ട് പോകും തോറും എസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് നാച്ചർ എന്ത് ചെയ്യടാ? ഡിഗ്രീസ് ചെയ്യുന്നുള്ളതാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ ആണല്ലോ? റെഡി. അപ്പോൾ ഇനി നോക്കാം, ഇതിൻ്റെ ഓർഡർ എങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ബേസിക് നാച്ചറിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ അമോണിയക്ക് ആയിരിക്കും. പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. റെഡി. ഓക്കെ ആണല്ലോ? ഇനി നോക്കണേ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എമംഗ് ദി ഫോളോയിങ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബിറ്റ്വീൻ അമോണിയ ആൻഡ് PH3 അമോണിയ ഈസ് ബെറ്റർ ഇലക്ട്രോൺ ഡോണർ എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ലേ? റീസൺ എന്താ? അമോണിയയിൽ എന്താണ്? എസ് ക്യാരക്ടർ കുറവാണ്, അല്ലേ? അപ്പോൾ എസ് ക്യാരക്ടർ കുറവാകുമ്പോൾ കമ്പാരിറ്റീവിൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ശരിയാ. ബിക്കോസ് ദി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒക്യുപ്പൈ ഇൻ സ്ഫെറിക്കൽ എസ് ഓർബിറ്റൽ എന്നാണ് പറഞ്ഞത്. ആണോ? എസ് ഓർബിറ്റലാണോ? അല്ല, അവിടെ ലോൺ പെയർ അമോണിയയിൽ ഇതിലാണ് ലോൺ പെയർ നിൽക്കുന്നത്. അത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ എന്തിലല്ല? എസ് ഓർബിറ്റലല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് നോക്കാം. ബിറ്റ്വീൻ അമോണിയ ആൻഡ് PH3 ഈസ് ബെറ്റർ ഇലക്ട്രോൺ ഡോണർ എന്നാണ് പറഞ്ഞത്. ആണോ? അല്ലല്ലോ. PH3 ഡ്രാഗോ കോമ്പൗണ്ടാണ്. അവിടെ ഇലക്ട്രോൺസ് നിൽക്കുന്നത് എവിടെയാണ്? എസ് ഓർബിറ്റലാണ്. അപ്പോൾ ഇവൻ്റെ കേസിൽ ഇത് തെറ്റാണ്. റെഡി. അടുത്ത് നോക്കാം. ബിറ്റ്വീൻ അമോണിയ ആൻഡ് PH3 ദെൻ അമോണിയ ഈസ് ബെറ്റർ ഇലക്ട്രോൺ ഡോണർ. ശരിയാണ്.
then because the lone pair of electron occupying sp3 hybrid orbital is more directional അല്ലേ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഡയറക്ഷണൽ ഇൻ നേച്ചർ ആണ്, അതുകൊണ്ട് ദിസ് വൺ ഈസ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ടൈപ്പ് ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് ലോവസ്റ്റ് ബോണ്ട് ആംഗിൾ എന്തിനാന്നുള്ള ചോദ്യം. ഓക്കെ, ഏതൊക്കെ ഉണ്ട് അവിടെ? AlH3 ഉണ്ട്, SiH3 ഉണ്ട്, PH3 ഉണ്ട്, അമോണിയ ഉണ്ട്, NH3 ഉണ്ട്. അപ്പോൾ അലൂമിനിയം, സിലിക്കൺ ഇവരൊക്കെ നിൽക്കുന്നത് 13th 14th ഗ്രൂപ്പ്, അവരൊന്നും എന്ത് കാണിക്കുന്നില്ല, ഡ്രാഗോസ് കോമ്പൗണ്ട് അല്ല, അവർക്കൊക്കെ ഹൈബ്രിഡൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. പക്ഷേ അമോണിയ PH3 നോക്കുകയാണെങ്കിൽ ആര് ഡ്രാഗോ കോമ്പൗണ്ടാണ്? PH3 എന്താണ്? ഇസ് എ ഡ്രാഗോ കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്തായിരിക്കും ബോണ്ട് ആംഗിൾ? ലോവസ്റ്റ് ബോണ്ട് ആംഗിൾ ആയിരിക്കും അല്ലേ. നിയർലി ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? നിയർ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ പിക്ക് ചെയ്യേണ്ടത്? സി ഈസ് ദ കറക്റ്റ് വൺ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ വരെ കാണാറുണ്ട്. ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? കൺസിഡർ ദ കോമ്പൗണ്ട്. ഏതൊക്കെ ഉണ്ട്? PF5 ഉണ്ട്, SbF5 ഉണ്ട്, PH3 ഉണ്ട്, SbH3 ഉണ്ട്. ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബേസും എമംഗ് ദീസ് ആർ എന്നാണ് ചോദിച്ചത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് തന്ന എന്തൊക്കെയാണ്? ഒന്ന് PF5 ഉണ്ട്, വേറൊന്ന് SbF5 ഉണ്ട്, വേറൊന്ന് എന്താണ്? PH3 ഉണ്ട്, വേറൊന്ന് SbH3 ഉണ്ട്. നോക്കണേ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് കേസ് PF5 എന്ന് പറയുമ്പോൾ അവിടെ ലോൺ പെയർ ഉണ്ടോ മക്കളെ? PF5ൽ ലോൺ പെയർ, ഫോസ്ഫറസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്, 5 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കി. ഇവിടെ നോ ലോൺ പെയർ. അതേപോലെ തന്നെ SbF5ലും നോ ലോൺ പെയർ. അതായത് ലോൺ പെയർ അല്ലെങ്കിൽ അയാൾ ബേസിക് നേച്ചർ കാണിക്കില്ല അതല്ലേ. അപ്പോൾ നോ ലോൺ പെയർ ആയതുകൊണ്ട് നോട്ട് ബേസിക്. ഓക്കെ, നോട്ട് ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, ബേസിക് നേച്ചർ അവർക്കില്ല എന്ന് നമുക്ക് പറയാം. ഇനി നോക്ക്, ഇവർ രണ്ടുപേരും നോക്കാം. ഇവർക്ക് രണ്ടുപേർക്ക് ലോൺ പെയർ നൈട്രജനും ഫോസ്ഫറസിനുണ്ട്, അതുപോലെ തന്നെ ആർക്കും ഉണ്ട്? നമ്മുടെ ആൻറ്റിമണിക്കുണ്ട്, SB ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ ഇനി നോക്കേണ്ടത് ആർക്കാണ് നന്നായിട്ട് ലോൺ പെയർ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇവരെ നമ്മൾ ഓർഡർ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഗ്രൂപ്പിൽ പറ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി അല്ലേ, ദെൻ ബിസ്മത്ത് ആണല്ലോ. താഴോട്ട് പോകും തോറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, താഴോട്ട് പോകും തോറും എന്ത് കൂടും? അവരുടെ എസ് ക്യാരക്ടർ കൂടും. എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ ബേസിക് നേച്ചർ കുറയും. അപ്പോൾ നന്നായിട്ട് ലോൺ പെയർ കൊടുക്കാൻ ഇതിൽ ആർക്കാടാ പറ്റുക? ഇതിൽ PH3 പറ്റുക അല്ലേ. ഇയാൾക്ക് താഴോട്ട് പോകും തോറും എന്ത് കൂടുന്നു? എസ് ക്യാരക്ടർ കൂടുന്നു. എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നതാ? ഡിഗ്രീസ് ചെയ്യുന്നു. റെഡി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ? ഇതിൽ മോർ ബേസിക് ആരായിരിക്കും? PH3 ആയിരിക്കും. PH3 ആയിരിക്കും എന്ത്? മോർ ബേസിക് ആയിരിക്കും. റെഡി. ഇനി നമ്മൾ നോക്കേണ്ടത് മോർ അസിഡിക്ക. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രാഗോസ് റൂളിൻ്റെ ബേസിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അസിഡിക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ ആ കൺസെപ്റ്റും കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിലാരായിരിക്കും മോർ അസിഡിക് എന്നുള്ളതാണ്. അപ്പോൾ നോക്ക്, ഇവർ രണ്ടുപേരും അസിഡിക് നേച്ചർ ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ നോക്കണേ, ഇപ്പോൾ ഇവരുടെ കേസിൽ ഇപ്പോൾ PF5ൻ്റെ കേസിൽ നോക്കണേ, PF5ൻ്റെ കേസിലും SbF5ൻ്റെ കേസിലും രണ്ട് പേരിലും എന്തുണ്ട്? വാക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ടല്ലോ. രണ്ട് പേരിലും എന്തുണ്ട്? വാക്കൻ്റ് ഡി ഓർബിറ്റലാണ് പ്രസൻ്റ് ആണ്. ഈ രണ്ട് പേരിലും വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിന് പോസിബിലിറ്റി ഉണ്ട്? ബാക്ക് ബോണ്ടിങ് പ്രസൻ്റ് ആയിരിക്കും. എടാ, ബാക്ക് ബോണ്ടിങ് കൂടുതലുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോ. വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇലക്ട്രോൺ ക്ലൗഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വാക്കൻ്റ് ഡി ഓർബിറ്റൽ പ്രസൻ്റ് ആണെങ്കിൽ, ഓക്കെ, വാക്കൻ്റ് ഡി ഓർബിറ്റൽ പ്രസൻറ്റ് ആണെങ്കിൽ അയാൾക്ക് എന്ത് നേച്ചർ ഉണ്ടായിരിക്കും? അസിഡിക് ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്തായിരിക്കും മക്കളെ? പറ, ഹൈ ആയിരിക്കും. വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ ലൂയിസ് ആസിഡ് ക്യാരക്ടർ കൂടുതലായിരിക്കും. പക്ഷേങ്കിൽ ബാക്ക് ബോണ്ടിങ് എന്ന ബാക്ക് ബോണ്ടിങ് ആണ്. ബാക്ക് ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവിടെ വാക്കൻ്റ് ഡി ഓർബിറ്റൽ എന്താവും? ഫിൽ ആവും അല്ലേ. അതായത് വാക്കൻ്റ് ഡി ഓർബിറ്റിൻ്റെ അവൈലബിലിറ്റി കുറയും. ഓക്കെ, അതായത് അവൈലബിലിറ്റി ഓഫ് വാക്കൻ്റ് ഡി ഓർബിറ്റൽ എന്ത് ചെയ്യടാ? ഡി ഓർബിറ്റൽ ഡിഗ്രീസ് ചെയ്യും. ആ ഡിഗ്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിഗ്രീസ് ചെയ്യും. നിങ്ങൾ പറ, ഇവിടെ നോക്കണം. അപ്പോൾ രണ്ട് സ്ഥലത്തും എന്തുണ്ട്? വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. ശ്രദ്ധിക്കുക, രണ്ട് സ്ഥലത്തും എന്തുണ്ട്? വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. ഇതിലെവിടെ നന്നായിട്ട് ബാക്ക് ബൈ ബോണ്ടിങ് ഉണ്ടാവുക? നോക്ക്, ശ്രദ്ധിക്കുക. ഇവിടെ നെക്സ്റ്റ് പ്ലൈനിൽ എടുക്കാം. PF5 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് ഇതാ ഞാനിങ്ങനെ കാണിക്കാം. ഓക്കെ, PF ഫ്ലൂറിൻ. ഓക്കെ, PF5 ട്രയാങ്കിൾ ബൈപിരമിഡൽ ഷേപ്പ് ആയിരിക്കും അല്ലേ. ഒരാൾ എബോവ് ദി പ്ലെയിൻ, ഒരാൾ ബിലോ ദി പ്ലെയിൻ. ഓക്കെ, ഇത് നോക്കുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ബാക്ക് ബോണ്ടിങ് ഉണ്ടെങ്കിൽ ലോൺ പെയർ, ഇവൻ്റെ അടുത്ത് ലോൺ പെയർ ഉണ്ടല്ലോ എല്ലാ ഫ്ലൂറിൻ്റെ അടുത്ത്. ഞാൻ ഒരു ഫ്ലൂറിനെ മാത്രം കാണിക്കുന്നു. ഓക്കെ, ഇയാൾ ഇങ്ങോട്ട് ബാക്ക് ബൈ ബോണ്ടിങ് കാണിക്കും ഇവൻ്റെ വാക്കൻ്റ് ഡി ഓർബിറ്റലിലേക്ക്. റെഡി. അപ്പോൾ ഇവിടെ നോക്കണേ, ഫോസ്ഫറസിൻ്റെ ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അവിടെ ഫോസ്ഫറസ് 3D പീരീഡിലല്ലേ. അപ്പോൾ 3D ആയിരിക്കും. ഇവിടെ ഡി ഓർബിറ്റൽ
3D ഡി ഓർബിറ്റലായിരിക്കും ഫോസ്ഫറസിൽ ഉണ്ടാവുക. ഫോസ്ഫറസിൽ 3Dയും ദെൻ ഫ്ലൂറിൻ്റെ ഏത് പി ഓർബിറ്റലാണ്? ഫ്ലൂറിൻ്റെ 2p അല്ലേ? ഫ്ലൂറിൻ്റെ 2p, ഇവിടുത്തെ 2pയിലെ ഫില്ല് ഓർബിറ്റലാണ്. നോക്കണേ, ഫ്ലൂറിൻ്റെ 2pയിലെ ഫില്ല് ഓർബിറ്റലാണ് ഏതിലേക്ക് കൊടുക്കുന്നത്? ഫോസ്ഫറസിൻ്റെ 3Dയിലേക്ക് ഇലക്ട്രോൺ ക്ലൗഡിനെ ബാക്ക് ബോണ്ടിങ് നടത്തുന്നത്. എന്നാൽ ഇതിൻ്റെ കേസിൽ ആരുടെ SB ആവുമ്പോൾ, ഓക്കെ, ഇവിടെ SbF5 ആവുന്ന കേസിൽ, ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റെഡി? SbF5 ആകുമ്പോൾ അതാ ഫ്ലൂറിൻ. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഇവൻ ലോൺ പെയറിനെ എങ്ങോട്ട് ഷെയർ ചെയ്യും? എങ്ങോട്ട് ബാക്ക് ബോണ്ടിങ് ഉണ്ടാവും? എങ്ങോട്ട്? ഇവൻ്റെ വാക്കൻ്റ് ഡി ഓർബിറ്റിലേക്ക് അല്ലേ? അപ്പോൾ Sp ഏത് പീരീഡ് എലമെൻ്റ് ആണ്? Sp 5th പീരീഡ് എലമെൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ഡി ഓർബിറ്റൽ എന്തായിരിക്കും? ഇവിടുത്തെ Sbയുടെ കേസ് ശ്രദ്ധിക്കണേ. Sbയുടെ കേസിൽ 5D ഓർബിറ്റലായിരിക്കും. ഫ്ലൂറിൻ്റെ ഏതാ കൊടുക്കുന്നത്? ഫ്ലൂറിൻ്റെ ഏതാ കൊടുക്കുന്നത്? ഫ്ലൂറിൻ്റെ 2p എന്ന ഇലക്ട്രോൺ കൊടുക്കുന്നത് അല്ലേ? 2p എന്ന് ഇവൻ്റെ 5Dയിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. നിങ്ങൾ നോക്കണേ, എവിടെ ആയിരിക്കും എക്സ്റ്റൻഡ് ഓവർലാപ്പിംഗ് മോർ ഉണ്ടാവുക? അതായത് നല്ല പോസിബിലിറ്റി എവിടെ ഉണ്ടാവുക? കമ്പയറബിൾ സൈസുള്ള ആറ്റംസ് ആണ് ഈ ഓവർലാപ്പിംഗ് മോർ പോസിബിലിറ്റി അല്ലേ? ഇപ്പോൾ കമ്പയറബിൾ സൈസ് എവിടെയാണ് ഉള്ളത്? ഇവിടെ അല്ലേ? 3Dയും 2p അല്ലേ? ഇവിടെ എന്താ 5Dയും 2p എന്ന് പറയുമ്പോൾ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കമ്പയറബിൾ സൈസ് ഉള്ളത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഇവിടെ എന്തായിരിക്കും? ഇവിടെ മക്കളെ ഹൈ ആയിരിക്കും നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ബാക്ക് ബോണ്ടിങ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ബാക്ക് ബോണ്ടിങ് ഇവിടെ ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് നേച്ചർ കുറവായിരിക്കും? ലൂയിസ് ആസിഡിക് നേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇതൊക്കെ ആരുടെ പറഞ്ഞത്? ആരുടെ കേസ് നമ്മൾ പറയുന്നത്? PF5ൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ആരായിരിക്കും മോർ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക? നിങ്ങൾ മോർ അസിഡിക് ക്യാരക്ടർ ആർക്കായിരിക്കും? SB. അതുകൊണ്ട് സിൻസ് SbF5നായിരിക്കും മോർ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് ആൻസർ പിക്ക് ചെയ്യണം? ഏറ്റവും കൂടുതൽ ബേസിക് നേച്ചർ ആർക്കാണ്? ബേസിക് നേച്ചർ ഏറ്റവും കൂടുതൽ PH3. ഓക്കെ, ബേസിക് നേച്ചർ ഫസ്റ്റ് നമ്മൾ ചോദിച്ച സ്ട്രോങ്സ്റ്റ് അസിഡിക് നേച്ചറാണ്. അസിഡിക് നേച്ചർ SB5നും ദെൻ SB5നും ബേസിക് നേച്ചർ PH. ഓപ്ഷൻ B ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? സോ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെക്ഷനിൽ വരാറുണ്ട്. ഇനി ഫൈനലി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? വിച്ച് അമംഗ് ദി ഫോളോയിങ് മോളിക്യൂൾ ഷോ നോൺ ഐഡിയൽ ഹൈബ്രിഡൈസേഷൻ? എന്താ നോൺ ഐഡിയൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? മക്കളെ, ഹൈബ്രിഡൈസേഷൻ ഹാവിങ് ലോൺ പെയർ, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ ഹൈബ്രിഡൈസേഷൻ. എന്താണ്? ഓക്കെ, ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾ ഹാവിങ് ലോൺ പെയർ. ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾ ഹാവിങ് ലോൺ പെയർ, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഐഡിയൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നോക്ക്, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ BaS3CH4. ഓക്കെ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലോൺ പെയർ ഉണ്ടോ? ഇവിടെ നോ ലോൺ പെയർ. ഇപ്പോൾ CH4 ലോൺ പെയർ ഉണ്ടോ? ഇല്ല, ഇവിടെ നോ ലോൺ പെയർ. ഇനി നോക്കടാ, അമോണിയ BaS3 നോക്കുക, ഇവർ രണ്ട് പേരിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. പക്ഷേ BaS3 എന്താണ്? ഇറ്റ്സ് എ ഡ്രാഗോ കോമ്പൗണ്ട്. ഓക്കെ, ഡ്രാഗോ കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്തില്ല? നോ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂൾ ആവണം, ഹാവിങ് ലോൺ പെയർ എന്ന് പറയുമ്പോൾ ആൻസർ ഏതാ പോകേണ്ടത്? ഓപ്ഷൻ B ആയിരിക്കണം എന്നുള്ള. റെഡി? അപ്പോൾ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡ്രാഗോസ് റൂൾ ബേസ്ഡ് നമുക്ക് വരാറുണ്ട്. ഓക്കെ.